ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 5000 രൂപയുടെ ഫോണാണോ 50000 രൂപയുടെ ഫോണാണോ ഏറ്റവും ബെറ്റർ എന്നാണ് നോക്കാൻ പറ്റും. എന്താണ് അതിന്റെ ഡിഫറൻസ് ആണ് ജസ്റ്റ് ഈ വീഡിയോ നോക്കാൻ പറ്റും. സോ വീഡിയോ അതൊരു കാണുന്നതാണ് നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒരിക്കലും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എടുക്കാം. ഓക്കെ, എനിക്കിവിടെ രണ്ട് തരം ഫോൺസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സാധാരണ ഒരാൾക്കാണെങ്കിൽ ഈ ഒരു 5000 രൂപയുടെ ഫോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് വാട്സപ്പ് കോൾ ചെയ്യാനായിരിക്കും, അല്ലാത്ത നോർമൽ കോളിനായിരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനായിരിക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിരിക്കും, സാധാരണ വീട്ടിൽ വിളിക്കാനും കാര്യങ്ങളൊക്കെ ഈ ഒരു 5000 രൂപയുടെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മളെ പോലുള്ള എഡിറ്റിംഗ് ചെയ്യുന്നവര്, ഗെയിം കളിക്കുന്നവര്, അല്ലാത്ത പരിപാടിയൊക്കെ പോകുന്നവർക്കൊക്കെ ഈ ഒരു നല്ലൊരു ഫോൺ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 5000 രൂപയ്ക്ക് അതിൻ്റെതായ ആ ഒരു പ്രോസസ്സർ, അതിൻ്റെതായ ക്വാളിറ്റി, അതിൻ്റെതായ ക്യാമറയുടെ രീതി, അതിൻ്റെതായ റീഫ്രഷിംഗ് റേറ്റ്, അതൊക്കെ ആയിരിക്കും നമുക്കുള്ളത്. പക്ഷേ ഈ ഒരു 50000 ഇല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള ഇല്ലെങ്കിൽ ഒരു 30 എബോവിനകത്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോസസ്സർ, അതിൻ്റെ ഈ റീഫ്രഷിംഗ് റേറ്റ്, ക്യാമറ ക്വാളിറ്റി എല്ലാത്തിനും ചേഞ്ച് വരും. അപ്പോൾ പറയാനുള്ളത് 5000-ന് 5000-ൻ്റെതായ വിലയുണ്ട്, 50000-ന് 50000-ൻ്റെതായ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്രോസസ്സർ നമ്മൾ ഇപ്പോൾ ഗെയിം കളിക്കുന്ന ആദ്യം നോക്കുക സ്നാപ് ഡ്രാഗൺ പ്രോസസ്സർ, അത് 8 GB റാം, 500 സംതിങ്ങിന്റെ സ്റ്റോറേജ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത്രയും സാധനം നമ്മൾ ഈ നോർമൽ 5000-നകത്ത് വരാറില്ല. നമ്മൾ ഈ 50000 അല്ലെങ്കിൽ അതിന്റെ മേലുള്ള സാധനത്തില്ലെങ്കിൽ അതിന്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന സംഭവത്തിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ ഗുണമുണ്ട്. നമ്മുടെ ഈ ഒരു കൂടിയ ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവർ, ഇപ്പോൾ പബ്ജി കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ 4 GB പോലും ഇപ്പോൾ പബ്ജി ഒന്നും പറ്റത്തില്ല. അതിന്റെ മേലിൽ സാധനം 8 GB ഒക്കെ മിനിമം വേണം പബ്ജി കളിക്കണമെങ്കിൽ. ഇപ്പോൾ പബ്ജി ആയാലും ഈ ഫുട്ബോൾ ആണെങ്കിലും എന്ത് തേങ്ങക്കൊലയാണെങ്കിലും നമുക്ക് നല്ലൊരു ഫോൺ ആവശ്യമാണ്. അപ്പോൾ ജസ്റ്റ് ഫോണൊക്കെ വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏത് ഫോൺ വേണമെങ്കിലും നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കുറച്ച് ഗുഡ് സജഷൻസ് ഞാൻ 5000-ൻ്റെയും 50000-ൻ്റെയും 30,000-ൻ്റെയും എല്ലാം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ വേണ്ടവരൊക്കെ ജസ്റ്റ് ലിങ്കിൽ കയറി നോക്കുക. അത്യാവശ്യം നല്ലതൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കുക. അതിൻ്റെ ഫോൺ കവറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേണ്ടവരൊക്കെ കയറി മേടിക്കുക. സോ എന്തൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.